ഷോട്ട് അടിപൊളി. ഞാനിങ്ങനെ മഴ കൊണ്ട് ആസ്വദിക്കുകയാണ്. ഇത്രയും കാലം ചൂടാണ്, വേനലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ഇങ്ങനെ മടിച്ചു നിന്നില്ല. ഇനി നിങ്ങൾ ഒട്ടും സമയം കളയണ്ട. കക്കാടംപൊയിൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വളരെ മനോഹരമായിട്ടുള്ള മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിറയെ അരുവികളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കക്കാടംപൊയിൽ. അപ്പോൾ ഞാനിപ്പോൾ അതേ മഴയത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കക്കാടംപൊയിലെ സെലസ്റ്റ റിസോർട്ടിലാണ്. ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ ഇങ്ങനെ ഇതേ മഴ തിമിർത്ത് പെയ്യാണ് കേട്ടോ. പൊതുവേ ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവിടെ എപ്പോഴും മഴയായിരിക്കും. നല്ല കോടയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ കക്കാടംപൊയിലിനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മഴ സമയത്ത് എനിക്കിങ്ങനെ മഴ കൊള്ളാൻ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഗായ്സ്. കാരണം ഇത്രയും കാലം നമ്മൾ ചൂടൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെക്കേഷനൊക്കെ കഴിയാറായി. വെക്കേഷൻ ആയാലും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ മടി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കക്കാടംപൊയിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കക്കാടംപൊയിൽ പെരുമഴയത്തെ ഒരു റിസോർട്ടിലാണ്, സെലസ്റ്റ റിസോർട്ട്. അപ്പോൾ നമുക്കിന്ന് സെലസ്റ്റ റിസോർട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ ആക്ടിവിറ്റീസ്, ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെറിയ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. സോ അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നാലേ മഴ കൊണ്ട് കൂടുതൽ സമയം എനിക്ക് നിൽക്കാൻ വയ്യ, നമുക്ക് നേരെ റിസപ്ഷനിലേക്ക് പോകാം. ഓക്കെ, ഞങ്ങൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. വന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല ചൂടുള്ള ചായ, പഴംപൊരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ട്, നല്ല ചായ ഉണ്ട്. അപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്കിന് പകരം നല്ല ചായ, ചൂടുള്ള ചായ കുടിച്ച് മഴയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് അല്ല, ഡൈനിങ്. അതായത് ഇവിടെ ഇരുന്നിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കുക. നമുക്കിങ്ങനെ ചുറ്റും കണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല മൗണ്ടെയിൻ വ്യൂ ആണ്, മലകളാണ് നിറയെ ചുറ്റും. അതൊക്കെ കണ്ട് ആസ്വദിച്ച് കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഇവിടെ അത്യാവശ്യം ഒരു 10-25 പേര് 30 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സൗകര്യമുണ്ട്. ചെയറും ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതിന് ചുറ്റും കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതിന് മുകളിലൊക്കെ ആയിട്ട് കുറേ റിസോർട്ടുകളിലൊക്കെ നമ്മൾ പോയിട്ടുള്ള റിസോർട്ടുകളൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ സെലസ്റ്റ റിസോർട്ടിന്റെ ഒരു പൂൾ കേട്ടോ. പൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫിനിറ്റി പൂളാണ്, ഇൻഫിനിറ്റി വ്യൂ ആണ് വരുന്നത്. എൻ്റെ പുറകിലത്തെ വ്യൂ ഉണ്ടോ, നല്ല മൗണ്ടെയിൻ വ്യൂ ആണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പൂളിൽ ഇറങ്ങി നോക്കിയിട്ടുണ്ടോ? കക്കാടംപൊയിലൊക്കെ വന്നിട്ട് നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ പൂളിൻ്റെ ചുറ്റും അവരിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കിവിടെ ഡ്രസ്സിങ് റൂമും ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും കക്കാടംപൊയിൽ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ കക്കാടംപൊയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഗൈസ്? കാരണം നമ്മുടെ മലബാറിൻ്റെ ഗവി എപ്പോഴും ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കുന്നത് കാണാൻ മഴക്കാലത്ത് വരണം. ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ മഴയത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. കാരണം ഇത്രയും കാലം നമ്മൾ കൊടും ചുട്ടുപൊള്ളുന്ന ചൂട് നമ്മൾ സഹിക്കാൻ പറ്റാണ്ട് നമ്മളെല്ലാവരും ഒരു മഴ പെയ്യാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്തല്ല അപ്രതീക്ഷിതമായിട്ട് ഇതേ വരുന്നു മഴ. അപ്പോൾ എന്തായാലും മഴ സമയത്ത് നിങ്ങളിങ്ങനെ വീട്ടിലൊന്ന് ചടഞ്ഞുകൂടി ഇരിക്കല്ലേ ഗായ്സ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുക. നമ്മളിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറുപ്പമായിട്ട് പോകും. നമ്മുടെ ടെൻഷൻസും നമ്മളെ ഫ്രീ ആയിട്ട് നമ്മളെ മൈൻഡിനെ നിങ്ങൾ വിടുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ ചൂസ് ചെയ്ത് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്തിട്ട് വരിക. ഇവിടെ ബാംബു കോട്ടേജുകളാണ് വരുന്നത്. 6 കോട്ടേജുകളും 10-20 പേർക്ക് താമസിക്കാനൊക്കെയുള്ള ഡോർമെറ്ററി, ഹാള്, റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം, ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യം. മഴക്കാലത്ത് ആരും ഇവിടെ വന്നിട്ട് ക്യാമ്പ് ഫയർ ഒന്നും ചോദിക്കരുത്. മഴ സമയത്ത് ക്യാമ്പ് ഫയർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ബാർബിക്യൂനൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോട്ടേജുകൾ ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ബാൽക്കണിയോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ വ്യൂവിലുള്ള ബാംബു കോട്ടേജാണ് കേട്ടോ. ഞാനതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ പൂളിൽ വന്ന് അർമാന്തിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മഴക്കാലത്ത്
അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും കക്കാടംപൊയിലെ ഇതുപോലുള്ള റിസോർട്ടുകൾ ഒരുപാടുണ്ട്. അപ്പം എന്നാലേ ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. നമുക്ക് റൂമിൽ പോയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ പൂളിൽ അടിച്ചിട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ ഗായ്സ്, ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന കോട്ടേജ് കേട്ടോ. ബാംബു കോട്ടേജാണ് ഇത്. സിംഗിൾ ബെഡ്റൂമിൻ്റെ കോട്ടേജാണ്. ഇതിൻ്റെ ഒരു വ്യൂ നോക്കിയേ. അയ്യോ, അടിപൊളി വ്യൂ അല്ലേ. ചുറ്റും നമുക്കിങ്ങനെ ഭയങ്കര കണ്ടോ മലകളൊക്കെയാണ് ചുറ്റുമായിട്ട്. മഴ പെയ്യുന്നത് കൊണ്ട് എന്തൊരു വൈബാന്ന് അറിയാം. ഇതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഒരു ഫ്രണ്ടേജ്. ഇവിടെ ഇങ്ങനെ ചെറിയ കമ്പ്രാന്തലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ബെഡ്റൂം. കണ്ടോ ഗായ്സ്, ഹൈവ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഹൈവ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു ബാൽക്കണി വ്യൂ എന്നുണ്ടെങ്കിൽ കണ്ടോ, അടിപൊളി. നല്ല മഴയും കാറ്റൊക്കെ ആയിട്ട് എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്. സൂപ്പർ സൂപ്പർ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഇതെവിടെ ടീപ്പോയി ഇട്ട് വെച്ചിട്ടുണ്ട്, 2 ചൂരലിൻ്റെ ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് നേരെ നമുക്കിതേ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ പോവാം. അവിടെ ഒരു കോട്ടേജ് ഉണ്ട്. ഇതാണ് നമ്മളുടെ കോട്ടേജ്. ഈ വ്യൂ ആണ്. പിന്നെ താഴത്താണ് പൂള് വരുന്നത്. ആ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്, അതായത് ഡൈനിങ് ഏരിയ ആണ്. ഫ്രണ്ടിൽ ഇവർ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ അങ്ങോട്ടൊക്കെ റൂമുകളുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്കൊക്കെ കോട്ടേജുകൾ വരുന്നുണ്ട്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരു രക്ഷയില്ല. പൂളിൻ്റെ ഒരു വ്യൂ കണ്ടോ. ഇവിടുന്ന് നമുക്ക് ശരിക്കും ആ പൂളിൻ്റെ ഒരു വ്യൂ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. അയ്യവ ദേ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ നല്ല പെരുമഴയത്ത് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല മഴ പെയ്യുന്ന സമയത്ത് അതും ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ആ വ്യൂ നോക്കിയേ. എൻ്റെ പുറയിലത്തെ വ്യൂ നോക്കിയേ, എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ഏതൊരാൾ ഈ പൂള് കാണുമ്പോൾ തന്നെ ചാടിപ്പോകും. കാരണം അല്ലേ, അത്രയും പെർഫെക്റ്റ് ആണ് ഇവർ പൂളും പരിസരമൊക്കെ. എന്ത് വൃത്തിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് പൂളൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് ചോടാം. അത്രയും നല്ല ഭംഗിയുണ്ട്. ഭയങ്കര ബ്ലൂ ഷെയ്ഡ്. ഇവിടെ ഡ്രസ്സിങ് റൂം ഉണ്ട്. ഭയങ്കര ഹൈജീനിക്കാണ് കേട്ടോ. അവരുടെ ഏരിയയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈജീനിക്കാണ്. അപ്പോൾ ഞാനിത് പൂളിലോട്ട് എടുത്ത് ചാടാൻ പോവുകയാണ്. പെരുമഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കക്കാടംപൊയിൽ വന്ന് സെലസ്റ്റ റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളിലോട്ട് ആ ഒരു ഭംഗി, മൗണ്ടൈൻ വ്യൂവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പൂളിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ചിൽഡ്രൻസിന് സെപ്പറേറ്റ് തന്നെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് കളിക്കാനായിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്. നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂളിലൊക്കെ കാണാറില്ല, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ചിൽഡ്രൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. പിന്നെ പൂൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല വൃത്തിയുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂൾ. അതിൻ്റെ വ്യൂ ആണ് അതിമനോഹരം, സൂപ്പറാണ്. ഒന്ന് മാറിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലേ? യെസ്, ഞങ്ങൾ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ്, ബിരിയാണിയൊക്കെ വേണമെങ്കിൽ നിയർ ബൈ റെസ്റ്റോറൻറ്റുകളുണ്ട്. കക്കാടംപൊയിൽ ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഇവർ വേണമെങ്കിൽ വിളിച്ച് ഓർഡർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കുള്ള ഫുഡ് ഇവിടെ തന്നെ ഇവർ പ്രിപ്പറേഷൻ ചെയ്ത് തരുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡൈനിങ് ഉണ്ട്. അത്യാവശ്യം ഒരു 10-25 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് സൗകര്യമൊക്കെ ഉണ്ട്. നമ്മളവിടെ ഫുഡ് പോയി ഇരുന്ന് കഴിക്കും. അപ്പോൾ രാത്രി മഴയൊക്കെ ഒന്ന് തോന്നുന്നു. നമ്മളിവിടെ വന്ന സമയം തൊട്ട് ഏകദേശം ഒരു 6:30 മണി വരെ നല്ല മഴയായിരുന്നു, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കോട കിട്ടാനായിട്ട് ചാൻസ് കുറവായിരിക്കും.
പക്ഷേ ഇപ്പം മഴ പെയ്തതുകൊണ്ട് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല കോട കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ക്യാമ്പ് രാത്രിയിൽ പ്രൊവൈഡ് ചെയ്യും. ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിക് നമുക്ക് മൈക്കിൽ പാട്ട് പാടാം, മ്യൂസിക് പ്ലേ ചെയ്ത് തരും. പക്ഷേ ഇന്നിപ്പം മൊത്തത്തിൽ മഴയൊക്കെ ആയതുകൊണ്ടുള്ള ഒരു വെതർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഫെസിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ട് തന്നെ ഉണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മോർണിംഗിൽ വളരെ ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കൂ, നിങ്ങളെ ഞാൻ കോട കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഗുഡ് നൈറ്റ് പറയാൻ പോവുകയാണ്. ഇനി ഞാൻ നിങ്ങളെ മോർണിംഗിൽ നേരത്തെ എണീറ്റിട്ട് കോട കാണിക്കും. കക്കാടംപൊയിലെ കോട നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ രാവിലെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. കട്ട വെയിറ്റിങ്ങിലായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കക്കാടംപൊയിൽ ഇത്രത്തോളം കോട ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഹലോ ഗായ്സ്, എല്ലാവരോടും മാപ്പ് പറയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ വന്നിട്ട് ഭയങ്കര തള്ളിയില്ലേ. രാവിലെ എന്തായാലും നിങ്ങൾ കോടൊക്കെ കാണിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കോട ഇന്നില്ല ഗായ്സ്. ഞാൻ 5:30 അലാറൊക്കെ വെച്ചിട്ട് എണീറ്റതാണ് കോട നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. പക്ഷേ കോട ഇന്നില്ല. കോട വളരെ തീരെ കുറവാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോട കാണിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിൽ വളരെ സങ്കടമുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്താണ് ഇന്ന് രാവിലെ കക്കാടംപൊയിലെ കോട കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ രാത്രി ഒരു 10 മണി വരെ കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ രാത്രി പിന്നെ മഴ കുറഞ്ഞ്. അപ്പം ഞാൻ കരുതി രാവിലത്തേക്ക് കോട ഉണ്ടാവുമെന്ന്. പക്ഷെ ഇപ്പം കോട ഇല്ല. ഇനി വൈകുന്നേരത്ത് ചിലപ്പോൾ കോട ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ. പിന്നെ ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല കോടയായിരുന്നു എന്നാണ് പറഞ്ഞത് മാനേജർ ഇന്നലെ രാത്രി ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളെ കോട കാണിക്കാൻ കഴിയാത്തതിൽ വളരെ സങ്കടമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് കണ്ടോ, എന്ത് സൈലൻ്റാന്ന് പറഞ്ഞാൽ. ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും നടക്കാനും ഓടാനും ചാടാനൊക്കെ ഉള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും കോട ഇല്ലെങ്കിലും രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് കോടയൊന്നും കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. ഇവിടെ ഫോട്ടോ സീനിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൻ്റാണ് കേട്ടോ. കാരണം ഭയങ്കര പച്ചപ്പാണ്, ഒരുപാട് ചെടികളും ഒക്കെ പിടിപ്പിച്ചിട്ട് നല്ല സീനിയറി ഉണ്ട്. പിന്നെ ഇവിടുത്തെ പൂളിൻ്റെ വ്യൂ ഒക്കെ മനോഹരമാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ സാധിച്ചു. അടിപൊളിയാണ്. ഇവിടുത്തെ പൂളിൻ്റെ വ്യൂ ഒക്കെ ലോങ്ങിൽ നോക്കുമ്പോഴുള്ള ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, കിഡിലൻ ആണ് കേട്ടോ. രാത്രിയിലത്തെ ഫുഡും ഓൾമോസ്റ്റ് നല്ലതായിരുന്നു. പിന്നെ എല്ലാവരും നല്ല പെരുമാറ്റം, സ്റ്റാഫുകളും ഇവിടെ ഒരു ഇക്കുണ്ട്, ഇവിടുത്തെ ഒരു മാനേജറുണ്ട്, എല്ലാവരും നല്ല പെരുമാറ്റമൊക്കെയാണ്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് എന്നതിലുപരിയായിട്ട് അവർ നമ്മളോടുള്ള പെരുമാറ്റം അങ്ങനെയാണ് വേണ്ടത്. നമുക്കൊരു റിസോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റവും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇങ്ങനെ ബോറടി ഫീൽ ചെയ്യില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. പിന്നെ ഇവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മുടെ മലപ്പുറത്തും കോട്ടക്കൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മോർണിംഗിലെ വിശേഷങ്ങൾ. ഞങ്ങളിങ്ങനെ മോർണിംഗിൽ ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സ്പോട്ടുകളുണ്ട്. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നുണ്ടോ, അങ്ങനെ കുറേ ചെയറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങിങ്ങായിട്ട്. നമുക്ക് അവിടെയൊക്കെ പോയിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് രാവിലെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗായ്സ്,
നമുക്ക് കോട കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടുത്തെ മോർണിംഗിലെ ആ ഒരു പ്രകൃതി ഭംഗിക്ക് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇതുണ്ടാവും. ഞാനിങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ കുറേ സ്പോട്ടുകളുണ്ട്, നമുക്കിങ്ങനെ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കക്കാടംപൊയിലിൽ ഇതുവരെ വരാത്ത ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ മലബാറിന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും കക്കാടംപൊയിലിൽ വിസിറ്റ് ചെയ്യുക. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും വരാൻ തോന്നും. ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഒരു ഫോഗി മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വഞ്ചർ പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്, കിടിലനാണ്. അതുപോലെ തന്നെ കുരിശുമല ട്രെക്കിങ്ങിന് പോകണമെങ്കിൽ ഇവിടെ വളരെ അടുത്താണ്. പിന്നെ ഇവിടെ കോഴിപ്പാറ വാട്ടർഫോൾസ്, അങ്ങനെയുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. ശരിക്കും നിങ്ങൾക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങളൊരു 2 ഡേയ്സ് ഒക്കെ കക്കാടംപൊയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസോർട്ടുകളിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് ഒരു 1 ഡേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറേ നല്ല മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഈ കക്കാടംപൊയിലുണ്ട് കേട്ടോ. മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന നമ്മുടെ കോഴിക്കോട്ടുകാരുടെയും മലപ്പുറംകാരുടെയും സ്വന്തം അഹങ്കാരമായിട്ടുള്ള കക്കാടംപൊയിൽ. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നടക്കം ടൂറിസ്റ്റുകൾ ഇപ്പോൾ കക്കാടംപൊയിൽ റിസോർട്ടുകളിലേക്ക് വരുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേറെ എവിടെയും പോയാൽ കിട്ടില്ല. പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഏത് സമയത്തും കോട കാണാൻ പറ്റും. ഇന്നെന്തോ ഞങ്ങൾക്ക് ലക്കില്ലാത്തത് കൊണ്ട് കോട കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ നമ്മളെ കോട്ടേജിന്റെ വ്യൂ ഒക്കെ കാണിച്ചു തന്നുള്ളത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ 1-2 കോട്ടേജുകളും പിന്നെ ഇവിടെ ഒരു ഡോർമെറ്ററി സ്പേസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ 60 പേരെ ഒരേ സമയത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഈ റിസോർട്ടിൽ. അപ്പോൾ നമുക്ക് ആ ഡോർമെറ്ററി ആ ബെഡ്റൂമും ഒക്കെ കണ്ടിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് അങ്ങനെ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനിങ് ആണ്, എന്നൊരു ഷെഡ്യൂളാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ റിസോർട്ടിൽ വരുമ്പോൾ ഓരോ ഷെഡ്യൂൾ വെക്കുക, എന്നാലേ നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസും അവിടുത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് ഇന്ന സമയത്ത് ഇന്ന അത് നമുക്ക് കവർ ചെയ്യണം, ആക്ടിവിറ്റീസൊക്കെ കവർ ചെയ്യണം, പൂളിൽ ഇറങ്ങണം എന്നുള്ള ഷെഡ്യൂളൊക്കെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം പോകുന്നത് അറിയില്ല. നമുക്ക് ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ബോറടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷട്ടിൽ കോർട്ടിലുണ്ട് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ഈവനിങ്ങിലൊക്കെ ഇവിടെ ഷട്ടിൽ കോർട്ടിൽ കളിക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഷട്ടിൽ കോർട്ടിലുണ്ട്. ഇതിൻ്റെ പുറകിലത്തെ വ്യൂ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളിതിൻ്റെ പുറകിലേക്ക് വരുമ്പോഴല്ലോ പുറകിലത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല അടിപൊളി സ്ക്രീനാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഒരുപാട് നല്ല സ്ക്രീനുകൾ സീനറി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ശരിക്കും 5 കോട്ടേജുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു 5 ഫാമിലി ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഒരു 15-20 പേരൊക്കെ വരികയാണെങ്കിൽ ഈ കാണുന്നൊരു ഏരിയ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എടുക്കുക. ഇവിടെ നല്ല പ്രൈവസി ഉണ്ടാവും. ഈ കാണുന്ന ഒരു ഫ്രെയിമിൽ നിങ്ങളുടെ ഒരു ഫാമിലീസിന് മാത്രമായിട്ട് പ്രൈവസിയിൽ താമസിക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഇവിടെ മഴ ഒക്കെ പെയ്തതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1-2 റൂമിൽ ഗസ്റ്റുകളില്ല. നമുക്ക് ആ റൂം ഒന്ന് ജസ്റ്റ് തുറന്ന് കാണാം കേട്ടോ. നല്ല ബാൽക്കണിയോട് കൂടിയിട്ടുള്ള നല്ല വ്യൂ ഉള്ള റൂമുകളാണ്. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. കമോൺ. ബെഡ്റൂമിന്റെ ഒരു വലുപ്പം കണ്ടോ ഗൈസ്, അത്യാവശ്യം വലിയ റൂമാണ്. പിന്നെ ഇവിടുത്തെ ഓരോ റൂമിന്റെ ബെഡുകൾ ഇങ്ങനെയാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വുഡാണ്, മുകളിൽ ബാംബൂസ് വെച്ചിട്ടാണ് മേൽക്കുര മേഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല തണുപ്പ് നല്ല കൂള് ഫീൽ ചെയ്യും. കണ്ടോ, മുകളിൽ ഫുള്ളായിട്ട് ബാംബൂസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ മിറർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അലമാറ, ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലോ, നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സിറ്റിംഗ് ഉണ്ട്. ഈ റൂം അത്യാവശ്യം വലിയ റൂമാണ്. നിങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാത്റൂം ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇനി അതിന്റെ ബാൽക്കണി വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഇത് ബാമ്പു മുള കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മളുടെ റൂമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ തന്നെ കുറച്ചും കൂടെ ലോങ് സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട് ബാൽക്കണിയൊക്കെ. അപ്പുറത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആ സൈഡിലായിട്ട് ചെറിയ എന്തോ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നന്നായിട്ട് വെള്ളം ചാടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കിളികളുടെ സൗണ്ടും ഇവിടെ ഒരുപാട് ജാക്ക് ഫ്രൂട്ട് ഒക്കെ കാണാം. നല്ല രസമാണ്. നമുക്ക് വ്യൂ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കുറച്ചും കൂടെ ലോങ് സൈറ്റിൽ നിന്ന് ഈ ബാൽക്കണിയിൽ നിന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ കമ്പ്രാന്തലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് പഴയ മോഡലിൽ. കോട്ടേജുകളൊക്കെ ഒരു പഴയ സ്റ്റൈലിൽ രീതിയിലൊക്കെ ട്രഡീഷണൽ ആയിട്ട് ബാംബൂസ് വെച്ചിട്ട് മേൽക്കൂരൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോട്ടേജുകളിൽ ഈ റൂമിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത. ബാൽക്കണിയിൽ ചെയറും ടീപ്പോയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ രാത്രിയിലൊക്കെ വന്നിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റും. മോർണിംഗിൽ കോട കാണണമെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി. നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ട് കക്കാടംപൊയിലത്തെ കോടയൊക്കെ നിങ്ങൾക്ക് ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റും.
ഡോർമെറ്ററി സ്പേസ് ആണ്. ഇവിടെ കട്ടിൽ ബെഡൊക്കെ അവർ സെറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർ പോയിട്ട് ക്ലിനിക് ഒക്കെ കഴിഞ്ഞിട്ട് ബെഡും ഒക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇവിടെ 19 പേർക്കുള്ള കട്ടിലും ബെഡും ഉണ്ടാവും കേട്ടോ, കണ്ടോ. പിന്നെ ഇവിടെ ഇതിന് മുകളിൽ ഫാനൊക്കെ ഉണ്ട്. നമുക്കിവിടെ എ സിന്റെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം എ സി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് ഓഫ് ആക്കിയിടും. അത്രയ്ക്ക് നല്ല ക്ലൈമറ്റിൽ എ സിയുടെ ഒരു ആവശ്യം, ഒരു പർപ്പസ് വരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ എ സി വെക്കാത്തത്. പിന്നെ ഫാനും വേണമെന്നില്ല, കാരണം രാത്രിയൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ ചൂടുകാലം ആയാൽ തന്നെ നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഇതിൽ 19 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർമെറ്ററിയാണ്, കണ്ടല്ലോ. എല്ലാത്തിലും പ്ലഗ് പോയിന്റും ഫാനും അതുപോലെ തന്നെ വാഷ്റൂമും ഒക്കെ അറ്റാച്ച്ഡ് ആണ്. നമുക്കൊരു 20 പേരടങ്ങിയിട്ടുള്ള ഗ്രൂപ്പ് വരികയാണെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിങ്ങളൊരു ഗ്രൂപ്പ് സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോർമെറ്ററി കേട്ടോ. ഇവിടെ ബെഡും കട്ടിലൊക്കെ ഇട്ട് തരും. നല്ല സ്പീഷ്യസ് ആണ്. നമുക്ക് 20 പേർക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഈ ഡോർമെറ്ററിയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. ആ ചൂടുണ്ട്. ഇവിടെ ചായയൊക്കെ റെഡി ആയിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളൊക്കെ അവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ചായയൊക്കെ എടുത്ത് കുടിക്കാം. അതൊക്കെ കോംപ്ലിമെന്ററി ആണ്. ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് നമ്മൾ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോട്ടേജുകളും ഇവിടുത്തെ പൂളും ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഞങ്ങൾ കുരിശുമല ട്രക്കിങ്ങിനൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വിചാരിക്കും ഏതാ റിസോർട്ട് എന്ന് വിചാരിക്കും. അത്രയും നല്ല വ്യൂവിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് റിസോർട്ടുകളിലൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ നമുക്ക് ഓരോന്നിനും ഓരോതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. വ്യൂവിൽ മാറ്റം ഉണ്ടാവും, കോട്ടേജുകളിൽ മാറ്റം ഉണ്ടാവും, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഓൾമോസ്റ്റ് സെലക്ട് ചെയ്തിട്ടാണ് റിസോർട്ടുകളിലൊക്കെ ഞാൻ പോയിട്ടുള്ളത്. അതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റിസോർട്ടുകളിൽ പോയിട്ട് നല്ല ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. വാട്സപ്പിലൂടെയൊക്കെ ചില ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിരുന്നു, ബഡ്ജറ്റ് ഓക്കെ ആയിരുന്നു, സ്റ്റേ ഓക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. റിസോർട്ടുകളിൽ വെക്കേഷനും അതുപോലെ തന്നെ വീക്കെൻഡ് വീക്ക് ഡേയിലൊക്കെ പല റേറ്റ് ആയിരിക്കും. നമ്മളൊരു റേറ്റ് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റ് വെച്ചിട്ടാണ് ആളുകൾ റിസോർട്ടുകളിൽ എൻക്വയറി ചെയ്യുക. അപ്പോൾ അന്നേരം അവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും റിസോർട്ടിൽ ഒരു റേറ്റ് ഉണ്ടാവും, വീക്കെൻഡ് വീക്ക് ഡേയ്സ് വെക്കേഷൻ ഈ സമയത്തൊക്കെ. അപ്പോൾ നിങ്ങൾ എൻക്വയറിയിൽ വിളിച്ചിട്ട് ആദ്യം റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ പറയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് തന്നെ പറയും. ഇത് ശരിക്കും നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെ 100% ഫാമിലി കപ്പിൾസിനൊക്കെയാണ് ഇവർ എടുക്കുന്നത്. എൻഗേജ് ഇനിയിപ്പോൾ നിങ്ങളൊരു കമ്പനിയുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ചൂസ് ചെയ്യാം. 100% നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളതിന് ഞാൻ പ്രോമിസ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കുറച്ച് നേരത്തെ ഇറങ്ങാണ്. ഇവിടെ 11 മണി വരെ ടൈം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 11 മണിക്ക് തന്നെ ഇറങ്ങാം. ഞങ്ങൾ എന്തായാലും ഒരു 1 അവർ നേരത്തെ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുളിച്ചിന്ന് ഫ്രഷപ്പ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവാം എന്നുള്ളൊരു ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ബാഗൊക്കെ ഒന്ന് വണ്ടിയിൽ കൊണ്ടുവച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മുടെ കക്കാടംപൊയിലെ മലബാറിൻ്റെ ഗവിയിലെ സെലസ്റ്റ റിസോർട്ടിൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സെലസ്റ്റയിൽ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ള ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. കക്കാടംപൊയിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കക്കാടംപൊയിലേക്ക് വരുന്ന ഒരാളാണ്. 2 ആഴ്ച മുന്നേ ആണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കക്കാടംപൊയിലെ ഒരു ഫ്രെയിമുകളൊക്കെ ഒപ്പിയെടുത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. കോട കിട്ടാത്തതിൽ, കോട കാണാത്തതിൽ സങ്കടമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നലെ കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാണ് കോട കാണിക്കുന്നതൊക്കെ അല്ലേ. ഭയങ്കര തള്ളിമറയായിരുന്നല്ലോ. പക്ഷേ കോട ഉണ്ട് കേട്ടോ. അവിടെ ആ ഭാഗത്തൊക്കെ കോടയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അത് വ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ ഒരു കുരിശുമല ട്രക്കിങ്ങിനൊക്കെ പോയിരുന്നെങ്കിൽ കോടയൊക്കെ കാണാമായിരുന്നു. ഇന്നലെ രാത്രി അത്രയ്ക്ക് നല്ല ഹെവി മഴയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കോട കിട്ടാഞ്ഞത്.
അപ്പോൾ നമ്മുടെ സെലസ്റ്റാർ റിസോർട്ടിൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നോളൂ കേട്ടോ. ആരും ഇങ്ങനെ വീട്ടിലൊന്നും ചടഞ്ഞുകൂടി ഇരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് മഴയാണ്. ഇത്രയും കാലം നമ്മൾ വെയിലാണ് ചൂടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നവർ കുറേ പേരുണ്ടാവില്ലേ, പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ മടിയായിട്ട്. അപ്പോൾ മഴക്കാലമൊക്കെയാണ്. മഴക്കാലത്ത് നമ്മളിങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുക. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ റിസോർട്ടുകളൊക്കെ വന്ന് സ്റ്റേ ചെയ്യുക, അത് നല്ല സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ലൈഫിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും നല്ലൊരു റീഫ്രഷ്മെൻ്റ് ഒക്കെ ആവും, ഒരു ചേഞ്ചസ് ആവും നമ്മൾ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ റിസോർട്ടുകളൊക്കെ തിരഞ്ഞെടുത്ത് പോവുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള നല്ല നല്ല റിസോർട്ടുകളൊക്കെ തിരഞ്ഞെടുക്കാനും കാണാനും അറിയാനും നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സെലസ്റ്റാർ റിസോർട്ടിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ നമ്പറിൽ വിളിച്ചോളി. നല്ല ഓഫറിൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്കും കമൻറ്റൊക്കെ തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയും കാണാൻ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം സൈദു, ബഡ്ജറ്റ് ട്രാവലർ ഫുഡ് ബൈ സൈദു.